ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 7 വിക്കറ്റിന്റെ കിടിലൻ ജയമാണ് ജയ്പൂരിൽ ഡൽഹി നേടിയെടുത്തത്. 225 എന്ന വമ്പൻ ടോട്ടൽ പടുത്തുയർത്തിയിട്ടും രാജസ്ഥാന് ജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാജസ്ഥാനായി അവരുടെ വെടിക്കെട്ട് ഓപ്പണർമാർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയതാണ് മത്സരത്തിൽ തിരിച്ചടിയായത്. ഇതിൽ യുവ ഹീറോ വൈഭവ് സൂര്യവംശിക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് ശ്രദ്ധേയമായി. ആദ്യ പന്തിൽ ബൗണ്ടറി നേടി തുടങ്ങിയ വൈഭവിനെ തൊട്ടടുത്ത പന്തിൽ കെയ്ൻ ജാമിസൺ ക്ലീൻ ബൗൾഡാക്കി. ഇൻസിംഗ് യോർക്കർ വൈഭവിന്റെ കണക്കുകൂട്ടലുകളിൽ തെറ്റിക്കുകയായിരുന്നു. 15-കാരനായ വൈഭവിന്റെ വിക്കറ്റ് നേട്ടം ജാമിസൺ മതിമറന്ന് ആഘോഷിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ജാമിസൺ വൈഭവിന് നേരെ ആക്രോശിച്ച് യാത്രയയപ്പ് നൽകി. കൈയടിച്ചുകൊണ്ട് വൈഭവിനെ രൂക്ഷമായി നോക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവാദ യാത്രയയപ്പിൽ ജാമിസൺ ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. വൈഭവിന്റെ വിക്കറ്റ് നേട്ടം മതിമറന്ന് ആഘോഷിച്ച ജാമിസന് ഒരു ഡീമെറിറ്റ് പോയിന്റും താക്കീതുമാണ് ശിക്ഷയായി BCCI വിധിച്ചത്. താരത്തിനെതിരെ പ്രകോപനപരമായ ആംഗ്യം കാട്ടുകയും മോശം പദപ്രയോഗം നടത്തുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജാമിസൺ തെറ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സംഭവം വിവാദമായിരുന്നു. ജാമിസൺ 15 വയസ്സുകാരനായ താരത്തിന്റെ പ്രായം പരിഗണിക്കണമായിരുന്നുവെന്നും മാന്യത കാട്ടിയില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ശക്തമായിരുന്നു. വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ക്രീസിൽ നിന്നാൽ ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റുന്ന താരമാണ് വൈഭവ്. അതുകൊണ്ട് തന്നെ വൈഭവിന്റെ വിക്കറ്റ് നേട്ടം അല്പം കൂടുതൽ ആഘോഷിച്ചതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. എന്നാൽ വൈഭവിന്റെ പ്രായം പരിഗണിക്കണമായിരുന്നു എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത്. 31 വയസ്സുള്ള ജാമിസൺ 15 വയസ്സുള്ള കുട്ടിയെ പുറത്താക്കിയ ശേഷം അവന് ഒരു യാത്രയയപ്പ് നൽകുന്നു എന്നായിരുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പ്രിയങ്ക് പാഞ്ചൽ അഭിപ്രായപ്പെട്ടത്. 2026 IPL സീസണിൽ കളിച്ച 10 മത്സരങ്ങളിലായി വൈഭവ് 404 റൺസ് അടിച്ചു കൂട്ടിക്കഴിഞ്ഞു. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും ഈ നേട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 103 റൺസാണ് ഉയർന്ന സ്കോർ. ഇതുവരെ 34 ഫോറുകൾ നേടിയ 15-കാരൻ 37 സിക്സറുകളാണ് വേലിക്കെട്ട് കടത്തിയത്. ഡൽഹിയുടെ ബോളർമാർ രാജസ്ഥാന്റെ ഓപ്പണർമാരെ വിറപ്പിക്കുന്ന ബൗളിംഗ് പ്രകടനമാണ് നടത്തിയത്. യശസ്വി ജയ്സ്വാളിനെ 6 റൺസിൽ മിച്ചൽ സ്റ്റാർക്ക് പുറത്താക്കി. പിന്നാലെയാണ് 4 റൺസിൽ വൈഭവിനെ ജാമിസൺ മടക്കിയത്. ഇതോടെ 12 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് രാജസ്ഥാൻ വീഴുകയും ചെയ്തു. എന്നാൽ റിയാൻ പരാഗ് നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ചു. 50 പന്തിൽ 90 റൺസോടെ പരാഗ് കത്തിക്കയറിയതാണ് 225 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് രാജസ്ഥാനെ എത്തിച്ചത്. എന്നാൽ ദൗർഭാഗ്യവശാൽ രാജസ്ഥാന് ജയിക്കാൻ സാധിക്കാതെ പോയി. രാജസ്ഥാന്റെ ബോളർമാർ നിരാശപ്പെടുത്തിയതുമാണ് തിരിച്ചടിയായത്. KL രാഹുൽ കിടിലൻ അർദ്ധ സെഞ്ചുറിയോടെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ജയം ഡൽഹിക്കൊപ്പം നിൽക്കുകയായിരുന്നു. രാജസ്ഥാൻ നിലവിൽ 4ാം സ്ഥാനത്തുണ്ടെങ്കിലും കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം. ഇനിയുള്ള മത്സരങ്ങളിൽ തുടർ ജയങ്ങൾ നേടാനാകാത്ത പക്ഷം കാര്യങ്ങൾ പ്രയാസമായിരിക്കും. രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ശക്തമാണെങ്കിലും സ്ഥിരതയാണ് പ്രശ്നം. പടിക്കൽ കലം മുടയ്ക്കുന്ന രാജസ്ഥാനെ ഇത്തവണയും അതേ വിധി വേട്ടയാടുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം.